മറ്റൊരു ക്വസ്റ്റ്യൻ പിന്നെ ഇത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അനുകൂലമായി വരുന്ന ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ കേസാണ്. എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 78.4 meter. What time it will take to fall on earth? Question mark. And what velocity it will strike the ground? അതായത് 78.4 മീറ്റർ ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരു വസ്തു ഭൂമിയിൽ എത്താൻ എത്ര ടൈം എടുക്കും? എത്ര ടൈം എടുക്കും? അതുപോലെ താഴെ എത്തുമ്പോൾ ഭൂമിയിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഭൂമിയിൽ നിന്ന് 78.4 മീറ്റർ ഉയരത്തിൽ അത്രയും ദൂരം സഞ്ചരിക്കുകയാണ്. ആ ഉയരം ഹൈറ്റ് ഒന്നും അല്ല ഇവിടെ ഇക്വേഷൻ ഓഫ് മോഷനിലുള്ള അങ്ങനെ എച്ച് എന്നുള്ള ഒരു ടേം തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് മുകളിൽ നിന്ന് പിന്നെ ഇതിനെ താഴേക്ക് ഇടുകയാണെങ്കിൽ അത് സഞ്ചരിക്കുന്ന ദൂരം അതാണ് 78.4 മീറ്റർ എന്നുള്ളത്. എസ് ഈസ് ഈക്വൽ ടു 78.4 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം ടോപ്പ് ടു എർത്ത്. വാട്ട് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ഫാൾ ഓൺ എർത്ത്. അപ്പോൾ ടി കണ്ടുപിടിക്കണം. ടി ടൈം ഇസ് ടു ഫൈൻഡ്. ആൻഡ് വാട്ട് വെലോസിറ്റി ഇറ്റ് വിൽ സ്ട്രൈക്ക് ദി ഗ്രൗണ്ട്. ഭൂമിയിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി യു അല്ല വി ഇസ് ടു ഫൈൻഡ്. നമുക്കാകെ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് ഫ്രീലി ഫോളിംഗ് ബോഡി ആയതുകൊണ്ട് ആക്സിലറേഷൻ സമം എ സമം ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് അറിയാം. അതുപോലെ മുകളിൽ നിന്ന് വീഴുന്ന വസ്തുവിൻ്റെ ആദ്യത്തെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാം. അല്ലാതെ നമ്മൾ എസും ടിയും വിയും കണ്ടുപിടിക്കണം. ഇത്രയും മാർക്ക് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എ സമം ജി സമം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. യു അവിടുന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുന്ന ഒരു വസ്തു അതിൻ്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു 0 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടി കണ്ടുപിടിക്കാനും എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു നമ്മൾ അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ടി കണ്ടുപിടിക്കാം. ആദ്യം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടി കണ്ടുപിടിക്കാം. അപ്പോൾ എസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് 78.4 ഈസ് ഈക്വൽ ടു യു 0 ഇൻറ്റു ടി, അത് 0 ആയി, പ്ലസ് 1/2 ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ 0 ടി 0 ആയിപ്പോയി. ഹാഫ് ഇൻറ്റു 9.8 അല്ലെങ്കിൽ 9.8/2 എന്ന് പറയുന്നത് 4.5 4.9 4.9 ടി സ്ക്വയർ 78.4 സമം ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 78.4. അതായത് ഈ 9.8നെ 2 കൊണ്ട് ഹരിച്ചതാണ് ഈ 4.9 448 ഇഷ്ടമൊന്ന് 4489. ഓക്കെ, 2 കൊണ്ട് ഹരിച്ചു. പിന്നെ ഇവിടെ ടി സ്ക്വയർ 70 ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 78.4 ഡിവൈഡ് ബൈ 4.9. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 78.4 ബൈ 4.9. അത് ഹരിച്ചു കഴിഞ്ഞാൽ റൂട്ട് 16 എന്ന് കിട്ടും, സമം 4. അപ്പോൾ ടി ഈസ് ഈക്വൽ ടൈം ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. അതൊരു ആൻസറായി. ഇനി വി കാണണം.
വി സമം യു പ്ലസ് എ ടി മതിയല്ലോ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ഈ ഫോർമുല പോരെ. വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു അറിയാം 0, എ അറിയാം 9.8, ടി ഇപ്പോൾ അറിയാം 4 സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള. അപ്പോൾ ആ ഫോർമുല എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഫോർമുലയിൽ നമുക്ക് കാണേണ്ട സംഖ്യയും കാണേണ്ട വാല്യൂവും ബാക്കി വാല്യൂകളുണ്ടോ എന്നും നോക്കണം. ബാക്കി ടേമുകളുടെ വാല്യൂ നമുക്ക് അറിയാവോ എന്നും നമ്മൾ നോക്കണം. അപ്പം വി ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. വി നമുക്ക് കണ്ടുപിടിക്കണം. യു അറിയാം, എ അറിയാം, ടി അറിയാം. അപ്പം വി ഈസ് ഈക്വൽ ടു യു 0 പ്ലസ് എ 9.8 ഇൻറ്റു ടൈം 4. വി സമം 9.8 ഇൻറ്റു 4, 4 × 32 × 2 ഇഷ്ടം 3, 4 36, 3 39, 392 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 39.12 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് രണ്ടാമത്തെ ആൻസർ. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ഫ്രം ഗ്രൗണ്ട്. ഇറ്റ് വെന്റ് അപ് ടു എ ഹൈറ്റ് ഓഫ് 50 meters. ഫൈൻഡ് ദി വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ത്രോൺ ആൻഡ് ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. ഒരു ബോള് വെർട്ടിക്കലി ലംബമായിട്ട് മുകളിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നും മുകളിലേക്ക് എറിഞ്ഞു. ഇറ്റ് വെന്റ് അപ് ടു എ ഹൈറ്റ് ഓഫ് 50 meter. അത് എത്തിയത് എത്ര ദൂരം? 50 meter സഞ്ചരിച്ചു. ഡിസ്റ്റൻസ് ട്രാവൽഡ് 50 meter. ഫൈൻഡ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ത്രോൺ. അതായത് അതിനെ എറിഞ്ഞപ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് കാണണം. ആൻഡ് ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. അപ്പോൾ 50 meter ഏറ്റവും മുകളിൽ മാക്സിമം 50 meter വരെയാണ് എത്തിയത്. അപ്പോൾ 50 meter എത്താൻ എടുത്ത സമയവും എത്ര സമയം എടുത്തു എന്നും കാണണം. ടൈം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ഫ്രം ദി ഗ്രൗണ്ട്. ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് നമുക്ക് കാണേണ്ടത്. ഫൈനൽ വെലോസിറ്റി വി. അവിടെ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായി? 0 ആയി. മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ വെലോസിറ്റി 0 ആവും. അവിടെ കൊണ്ടല്ല നിൽക്കുക. അപ്പോൾ എസ് പിന്നെന്താ തന്നിരിക്കുന്നത്? 50 meter. എസ് ഈസ് ഈക്വൽ ടു 50 meter. 50 meter. മാക്സിമം 50 meter ഉയരത്തിലേക്ക് പോയി. ഇനി ആക്സലറേഷൻ എന്താണ്? മുകളിലേക്ക് പോകുന്ന വസ്തുവിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ നെഗറ്റീവാണ്. നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു -g സമം -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വി സമം യു പ്ലസ് എ ടി അവിടെ ഇല്ല. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അതിൻ്റെ അകത്തും ഇല്ല. ബി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ അതുണ്ട്. വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് മനസ്സിലായത്? വി സ്ക്വയർ വി നമുക്ക് അറിയാം, യു നമുക്ക് കണ്ടുപിടിക്കണം. അത് ഈ ഫോർമുലയിലുണ്ട്. എയും അറിയാം, എസും അറിയാം. അപ്പോൾ ഒരു അൺനോൺ ടൈം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആ അൺനോൺ ടൈമിനെ കണ്ടുപിടിക്കാം. അപ്പോൾ വി സ്ക്വയർ 0 സ്ക്വയർ സമം യു സ്ക്വയർ അറിയില്ല പ്ലസ് 2 ഇൻറ്റു എ -9.8 ഇൻ സ്ക്വയർ അല്ല 2as സ്ക്വയറില്ല ഇൻറ്റു എസ് 50 ഇൻറ്റു 50 ഈ സ്ക്വയർ സമം. അപ്പോൾ ഈ ഇത് ഗുണിച്ചെഴുതാം. യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 100, 100 ഇൻറ്റു 9.8 980. അപ്പോൾ -980. 2 സാധനം വലത്തേക്ക് മാറ്റി കുത്തിയിട്ടു. അപ്പോൾ ഈ 980 ഇപ്പുറം വരുമ്പോൾ ഇത് പ്ലസ് ആകുമല്ലോ. അപ്പം യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 980. യു ഈസ് ഈക്വൽ ടു
980 q square സമം റൂട്ട് 980 സമം 31.3 എന്ന് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് ടൈം ടേക്കൺ കണ്ടുപിടിക്കാം. ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. അപ്പോൾ S = ut + ½ at², അല്ലെങ്കിൽ v = u + at. v = u + at. ഈ ഫോർമുല അപ്ലൈ ചെയ്താണ്. v എത്രയാണ്? v 0. അപ്പോൾ v = u + at എന്നുള്ള ഫോർമുല 0 = u 1.3 പ്ലസ് a -9.8 ഇൻറ്റു ടി. ഈ -9.8 ഇൻറ്റു ടി ഇപ്പുറം വന്നു കഴിഞ്ഞാൽ +9.8 ഇൻറ്റു ടി ആവും. 31.3 അവിടെ തന്നെ നിൽക്കുന്നു. ഈ ടി = 31.3 ഡിവൈഡ് ബൈ 9.8 = 3.19. അപ്പോൾ ടൈം ഓഫ് ട്രാവൽ 3.19. യു ഇനീഷ്യൽ വെലോസിറ്റി എറിഞ്ഞപ്പോഴുണ്ടായിരുന്ന തുടക്കത്തിലെ വെലോസിറ്റി 31.3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് 2 ആൻസർ കിട്ടി. ഓക്കെ. എ ബുള്ളറ്റ് ഓഫ് മാസ് 100 gram is fired with a velocity of 500 meter per second. Mass of gun is equal to 10 kg. Find the recoil velocity of gun. മറ്റൊരു ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാസ് ഓഫ് ഗണ്ണ് നമ്മൾ ക്യാപിറ്റൽ എം കൊണ്ട് സൂചിപ്പിക്കുന്നു. മാസ് ഓഫ് ഗൺ 10 kg. ആൻഡ് വെലോസിറ്റി ഓഫ് ഗൺ റീകോയിൽ ക്യാപിറ്റൽ വി. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ് ഈസ് ടു ഫൈൻഡ്. ഇനി മാസ് ഓഫ് 10 എന്താണ്? മാസ് ഓഫ് ബുള്ളറ്റ് സ്മോൾ ലെറ്റർ എം = 100 gram. അതിൻ്റെ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് സ്മോൾ ലെറ്റർ വി 500 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമ്മൾ ഈ ക്യാപിറ്റൽ എം ഇത് കെ ജിയിലാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ എം = 10 kg = 10 × 1000. 1 kg 1000 ഗ്രാമാണ്. 10 × 1000 1 2 3 10,000 ഗ്രാമാണ്. അത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എന്താണ് അപ്ലൈയിങ് ഫോർമുല ഓർക്കുന്നുണ്ടോ? ക്യാപിറ്റൽ എം വി = സ്മോൾ ലെറ്റർ എം വി. എം ഇൻറ്റു ക്യാപിറ്റൽ വി = സ്മോൾ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി എന്ന് വെച്ചാൽ മാസ് ഓഫ് ഗൺ ഇൻറ്റു റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ = മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. മാസ് ഓഫ് ബുള്ളറ്റ് 10,000 gram ഇൻറ്റു റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ് അറിയില്ല, ടു ഫൈൻഡ്. മാസ് ഓഫ് ബുള്ളറ്റ് 100 gram ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് 500 വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് യൂണിറ്റ് ഒരുപോലെയാണ്. ഇത് ഗ്രാം ആയതുകൊണ്ട് ബുള്ളറ്റിൻ്റെ മാസ് ഗ്രാം ആയതുകൊണ്ട് പിന്നെ ഗണ്ണിൻ്റെ മാസും ഗ്രാമിൽ തന്നെ കാണണം. ഇനി അത് ഈ ബുള്ളറ്റിൻ്റെ മാസം കിലോഗ്രാമിലേക്ക് മാറ്റിയാൽ ഇതും കിലോഗ്രാമിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക, യൂണിറ്റ് ശ്രദ്ധിക്കുക. അപ്പം v = 100 × 500 ഡിവൈഡ് ബൈ 10,000. 2 0 ഇത് പോയി, 2 0 ഇതും പോയി. അപ്പോൾ എത്രയായി? വെലോസിറ്റി 5 × 1 5 മീറ്റർ പെർ റീകോയിൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. ഓക്കെ അല്ലേ?